അമിഗോസ്. അപ്പം ഇന്ന് ബാംഗ്ലൂരിൽ നമുക്ക് അക്വേറിയം കാണാൻ വേണ്ടി പോയാലോ? നമ്മുടെ കേരളത്തിലുള്ള അക്വേറിയം ഞാൻ ഇന്ന് വരെ പോയി കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ ബാംഗ്ലൂർ വന്നപ്പോൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതായിരുന്നു കാണാൻ പോകാമെന്നുള്ളത്. പക്ഷെ കാണാൻ പോകാൻ തീരുമാനിച്ചത് വളരെ നല്ല കാര്യമായിട്ട് തോന്നിട്ടോ. കാരണം അടിപൊളി എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു. അതായത് നമുക്കൊരു നമ്മൾ ഓഷ്യൻ്റെ ഉള്ളിലേക്ക് പോയൊരു ഫീലും ആ ഒരു കാടിനുള്ളിൽ കടന്ന പോലത്തെ ഒരു ഫീലൊക്കെ ആയിരുന്നു കേട്ടോ. മൊത്തം ഇങ്ങനെ തണവൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് കടന്ന പോലെ, ഒരു കാടിൻ്റെ ഉള്ളിലേക്ക് പോയ പോലെ പല പല വെറൈറ്റീസ് നമുക്കതിന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എപ്പോഴും ഇങ്ങനെ നല്ലൊരു ഒരു തണുത്തൊരു ഇതാണ്. എല്ലാം ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വിഷ്വൽ ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വൺ ടൈമെങ്കിലും നമ്മൾ പോയി വിസിറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ആക്ച്വലി എനിക്ക് കേരളത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു മൈൻഡിൽ ഉണ്ടായിരുന്നില്ല കാണാൻ പോകണം അങ്ങനെ. പക്ഷേ ഇപ്പോൾ പോയി കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആക്ച്വലി ഇതിൻ്റെ ഒരു വിഷ്വൽ ട്രീറ്റ് ശരിക്കും മനസ്സിലായത്. അവിടെ മീനുകൾക്ക് തീറ്റ കൊടുക്കാനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഈ ഒരു ടണൽ പോലെ ഉള്ളിൽ നടക്കാൻ നല്ല രസം എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ ശരിക്കും നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ നടക്കുന്ന ഒരു ഫീലാണ് ഉണ്ടാവുക. കാരണം അതിൻ്റെ ഉള്ളിൽ ഒരേ ഇതുകളും ഓരോ കൊട്ടാരങ്ങൾ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ മീനുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കണ്ട് നടക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. എനിക്കത് എക്സൈറ്റ്മെൻറ്റ് ശരിക്കും പറയാൻ പറ്റാത്തതില്ല, അത്ര രസമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഒരു മത്സ്യകന്യകയുടെ ഷോ ഉണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി ഈ ഷോ ഉള്ള കാര്യം ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. ഞങ്ങളവിടെ എത്തി ഭക്ഷണം കഴിക്കാനിരുന്ന സമയത്താണ് ലൈറ്റുകളൊക്കെ ഓഫ് ആക്കുന്നത് കണ്ടത്. അപ്പോൾ എന്താണാവോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇരുന്നപ്പോഴാണ് ഈ ഷോയുടെ കാര്യം അറിഞ്ഞത്. ഈ ഒരു ഷോ ശരിക്കും ഞങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാണ്ട് കിട്ടുന്ന ഒരു ട്രീറ്റും കൂടി തന്നെയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഷോ ഇങ്ങനെ നടന്നു കഴിയുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വിളിച്ച് നിർത്തിയിട്ട് ഷോ ഇങ്ങനെ കാണിച്ചു തരും. അങ്ങനെ ഷോ ഈ കാണിക്കുന്നത് ഓൾറെഡി മീനുട്ടിക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ആക്ച്വലി മീനുട്ടി അത് പോയ സമയത്ത് മീനുട്ടീനെ കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പോൾ അവിടുത്തെ ആൾ വിളിച്ച് വരുത്തിയിട്ട് ഒരു 5 മിനിറ്റ്സ് എന്നും കൂടി പറഞ്ഞിട്ട് ആൾ വന്ന് കണ്ടതാണ്. ആക്ച്വലി ആ ഒരു സമയം മീനുട്ടിക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തതായിരുന്നു കേട്ടോ. അങ്ങനെ മ്യൂസിയം അക്വേറിയം ഒക്കെ കണ്ട് മൊത്തം എക്സ്പ്ലോർ ചെയ്ത് നേരെ തിരിച്ചു പോന്നു.